ഇവരുടെ ഈ ആസൂത്രണങ്ങളെയെല്ലാം മറച്ചുപിടിക്കാൻ ശ്രമിക്കുമ്പോഴാണ് മുസ്ലിം യൂത്ത് ലീഗ് വിദ്വേഷത്തിനെതിരെ ദുർഭരണത്തിനെതിരെയുള്ള പ്രമേയത്തിൽ പ്രസക്തമായിട്ടുള്ള ഈ തലവാചകം കേരളത്തിന്റെ ഗ്രാമഗ്രാമാന്തരങ്ങളിലെ ജനങ്ങളോട് മുഴുവൻ പറഞ്ഞുകൊണ്ട് കടന്നു പോകുന്നത്. ഞാൻ അധികമൊന്നും പറയുന്നില്ല. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ആളുകൾ ഇന്ന് വാങ്ങിക്കുന്ന സാധനം, നാളെ പഞ്ചായത്ത് ഓഫീസിൽ പോയി കൊടുക്കുന്ന നികുതി, അടുത്ത മാസം പേ ചെയ്യുന്ന കറണ്ട് ബില്ല്, നിങ്ങൾ കുടിവെള്ളം വെള്ളക്കരമായി കൊടുക്കുന്ന പൈസ എത്രത്തോളം അധികരിച്ചിട്ടുണ്ട് എന്നൊക്കെ പരിശോധിച്ചാൽ മാത്രം മതിയാകും. വലിയ ബഡായികൾ നമ്മൾ കേട്ടുപോയിട്ടുണ്ട്. 13 രൂപക്ക് കുടിവെള്ളം നൽകുമെന്നാണ് തോമസ് ഐസക് പറഞ്ഞത്. തോമസ് ഐസക് ഇപ്പോൾ കുടിക്കുന്നത് 20 രൂപയുടെ ബോട്ടിൽ തന്നെയാണ്. 13 രൂപയുടെ കുടിവെള്ളം ഒരാൾക്കും കിട്ടിയിട്ടില്ല. 87 രൂപക്ക് കേരള ചിക്കൻ എല്ലായിടത്തും കൊടുക്കുമെന്നാണ് പറഞ്ഞത്. ആ ചിക്കൻ കറി കൂട്ടിയാണോ CPM-കാരും DYFI-കാരും SFI-കാരും അവരുടെ കുടുംബങ്ങളിൽ കഴിയുന്നത് എന്ന് നവകേരളത്തെ കൊട്ടിഘോഷിക്കുന്ന ഭരണകൂടത്തെ മുൻനിർത്തി കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുകയാണ്. വിടുവായത്തങ്ങളും വലിയ ബഡായികളും അനേകമുണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ അതൊന്നും നടപ്പിലാകുന്നില്ല. ഒരു ട്രഷറികളിൽ നിന്ന് ഒരു ബില്ല് പോലും പാസ്സാകുന്നില്ല. ഇതൊക്കെയും നമുക്ക് എല്ലാവർക്കും അറിയാം. ആ അറിവിനെ പ്രതിരോധമാക്കേണ്ടതുണ്ട്. ആ അറിവ് ഭരണകൂടത്തിനെതിരെ വിരൽ ചൂണ്ടുന്ന ഒരു കാര്യമായി മാറേണ്ടതുണ്ട്. SFI അങ്ങനെ വിരൽ ചൂണ്ടുന്നില്ല. SFI ക്യാമ്പസുകളിൽ പരാജയപ്പെട്ടു പോകുന്നു. എന്തേ കാരണം? സർക്കാരിനെതിരെയുള്ള മുദ്രാവാക്യം വിളികളില്ല. കുട്ടികളെ വിദ്യാഭ്യാസപരമായ വഴിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആരോഗ്യമുള്ള മുദ്രാവാക്യങ്ങൾ അവർ വിളിക്കുന്നില്ല. അവർ പറയുന്നത് ആണിനും ലൈംഗികതയിൽ ഏർപ്പെടാൻ സ്വാതന്ത്ര്യം വേണമെന്നാണ്. അവർ പറയുന്നത് പെണ്ണിനെ കല്യാണം കഴിക്കുവാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കണമെന്നാണ്. അവർ പറയുന്നത് ഞങ്ങൾക്ക് മരം ചുറ്റി പ്രണയം നടത്താൻ സ്വാതന്ത്ര്യം ആവശ്യമുണ്ട് എന്നാണ്. പക്ഷെ കുട്ടികൾ പറഞ്ഞു, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണ്ടത് അതിനല്ല. ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണ്ടത് ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരെ ശബ്ദിക്കാനാണ്. ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണ്ടത് അധിക ഫീസ് കൊടുത്തു പഠിക്കാതിരിക്കാനാണ്. ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണ്ടത് മനോഹരമായ ലോകത്തിന്റെ മുന്നേറ്റങ്ങളെ കുറിച്ച് പഠിക്കുവാനുള്ള വിശാലമായ വാതായനങ്ങളാണ്. ആ വിശാലതയെക്കുറിച്ച് പറയാൻ SFIക്ക് കഴിയുന്നില്ല. പൊതുജനങ്ങളുടെ യുവജനങ്ങളുടെ തൊഴിൽ പ്രശ്നങ്ങളെ ഐഡന്റിഫൈ ചെയ്യാൻ DYFIക്ക് കഴിയുന്നില്ല. DYFI നാടക മത്സരങ്ങൾ നടക്കുകയാണ്. DYFI കലോത്സവങ്ങൾ നടക്കുകയാണ്. അവർക്ക് ചുമതലകളില്ല. അവരുടെ നട്ടല് പിണറായി എന്ന് പറയുന്ന ഏകാധിപതിയുടെ മുന്നിൽ വളഞ്ഞു പോയിട്ടുണ്ട്. അവിടെയാണ് യൂത്ത് ലീഗ് അതിശക്തമായി വിദ്വേഷവും ദുർഭരണവും നാട് അപകടപ്പെട്ടു പോകുന്നതിന് കാരണമാകുമെന്ന് ഉച്ചസ്ഥലം പ്രഖ്യാപിക്കുന്നത്. അതിനാണ് ഞങ്ങൾ ഇങ്ങനെ ജാഥ നടത്തുന്നത്. ഈ എന്റെ കൂടെ ഇരിക്കുന്ന ഈ ആളുകളൊക്കെ ഞാൻ പറയുന്നത് പലതവണ കേട്ടിട്ടുള്ള ആളുകളാണ്. പക്ഷേ എന്റെ വാക്കുകൾ ശ്രമിക്കുന്നവർക്കിടയിൽ പല കാര്യങ്ങളും പുതുമയുള്ളതാകാം. ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം, ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു വിഷയം കള്ളമാണെന്ന് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്തോ നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ചോ അന്വേഷിച്ച് കണ്ടെത്താം. അങ്ങനെ കണ്ടെത്തുമ്പോൾ ശരിയാണെന്ന് ബോധ്യപ്പെട്ടാൽ ഏറ്റവും വലിയ കളവ് നവകേരളമാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. കേരളത്തിലെ ഏറ്റവും വലിയ കൊള്ള സംഘം അത് ഇന്നലെ പേരാമ്പ്ര കടന്ന് ഇന്ന് ബാലുശ്ശേരിയിലേക്ക് കടന്നുപോയ ആ 1.25 കോടി രൂപയുടെ ബസ്സിൽ വെള്ള വസ്ത്രം ധരിച്ചു പോകുന്ന കാട്ടുകള്ളന്മാരാണെന്ന് നിങ്ങൾക്ക് ബോധ്യമാകും. ആ കള്ളത്തരങ്ങളെയും ദുഷ്പ്രചരണങ്ങളെയും പ്രതിരോധിച്ചു നിർത്തുവാൻ നിങ്ങളുടെ ഏവരുടെയും പിന്തുണ ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ്